കൊച്ചി പാലാരിവട്ടത്ത് കാൽനട യാത്രക്കാരിയായ സ്ത്രീയുടെ കാൽ സ്ലാബിനിടയിൽ കുടുങ്ങി പരിക്ക്. സ്ലാബുകൾക്കിടയിലെ വിടവിലാണ് കാലകപ്പെട്ടത്. അശാസ്ത്രീയ നിർമ്മാണ രീതിയാണ് അപകടത്തിന് കാരണമെന്നാണ് പരാതി. സംഭവസ്ഥലത്ത് നിന്ന് അഞ്ജലി ശ്രീജിതരാജുണ്ട്. അഞ്ജലി, എന്താണ് സംഭവിച്ചത്? ഈ സ്ത്രീയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? നികേഷ്, പാലാരിവട്ടം പൈപ്പ് ലൈനിന്റെ ഭാഗത്തുള്ള അതായത് മെഡിവിഷൻ ലബോറട്ടറിക്ക് സമീപമായിട്ട് ഉള്ള ഇവിടെയാണ് സംഭവം നടന്നത്. രാവിലെ 7 മണിക്ക് ഈ സമീപത്തുള്ള കടകളിൽ ക്ലീനിംഗ് ജോലികൾക്കായി എത്തിയിട്ടുള്ള ലൈബ എന്ന സ്ത്രീയുടെ കാലാണ് ഈ വിടവുകളിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ ചെറിയൊരു കെട്ടുകളൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. ആളുകൾ ഇതിലൂടെ പോവാതിരിക്കാനാണ്. സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു മേഖലയാണിത്. ഇതിനു മുമ്പും നിരവധി ആളുകളുടെ കാലുകൾ ഈ രീതിയിൽ ഈ സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. സമീപത്തുള്ള ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ സംഭവം രാവിലെ 7 മണിക്ക് ഈ സ്ത്രീ ഇവിടെ ഈ സമീപത്തുള്ള കടകളിലെല്ലാം ജോലിക്കെത്തുന്ന ക്ലീനിങ് വർക്കുകൾക്കായി എത്തുന്ന ചേച്ചിയാണ്. ഇവരുടെ കാലാണ് കുടുങ്ങിപ്പോയിട്ടുള്ളത്. ഇതിനുശേഷം അവർ ജോലിക്ക് പ്രവേശിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ സ്ലാബുകൾ വളരെയധികം മോശം അവസ്ഥയിലാണുള്ളത്. ഇത് തുടർച്ചയായി ഈ ഒരു മേഖലയിൽ തന്നെയാണ് അപകടം ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ഒരു അപകടം ഇനിയും സംഭവിക്കാനിടയുള്ള ഒരു സ്ഥലമായിരുന്നു. ഇത്തരത്തിൽ താൽക്കാലികമായി കെട്ടിവെച്ചിരിക്കുകയാണ് ആളുകൾ പ്രവേശിക്കാതിരിക്കാനായിട്ട്. സംഭവ സ്ഥലത്തു നിന്നും ദൃക്സാക്ഷികളായിട്ടുള്ള 2 പെൺകുട്ടികൾ ചേരുന്നുണ്ട്. അവരോട് വിവരങ്ങൾ ചോദിക്കാം. ഈ സ്ഥലമാണ് ഇപ്പോൾ പാലാരിവട്ടം പൈപ്പ് ലൈനിന്റെ ഭാഗത്തുള്ള സ്ഥലമാണ്. അതായത് മെഡിവിഷൻ ലബോറട്ടറിക്ക് സമീപമാണ്. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും അതായത് ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുടെ കാലും ഇതുപോലെ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് സ്വയം കാല് ഉയർത്തിയെടുക്കാൻ കഴിയാതെ ആളുകൾ എത്തി സഹായിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ലാബുകളുടെ ഒരു രീതി കണ്ടാൽ തന്നെ മനസ്സിലാകും വളരെയധികം മോശപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത്. ഇതേ രീതിയിലാണ് കൊച്ചിയിലുള്ള മിക്ക സ്ലാബുകളും ഉള്ളത്. ഈ സമീപത്തുള്ള ആളുകൾ പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. കൂടുതൽ വിശദ വിവരങ്ങൾക്കായിട്ട് ഈ ദൃക്സാക്ഷികളായിട്ടുള്ള കുട്ടികളുണ്ട്. ഇവരോട് നമുക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സ്ഥലം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിരവധി ആളുകൾ, അതായത് കൂടുതലും ഈ ജോലിക്കെത്തുന്നവരും ബസ് സ്റ്റോപ്പും ഇതിന് സമീപത്ത് തന്നെയാണ്. എന്തായാലും ഈ വഴിയിലൂടെ അല്ലാതെ ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ അശാസ്ത്രീയമായ കാനകളുടെയും സ്ലാബുകളുടെയും നിർമ്മാണ രീതിയെ ചൊല്ലി നിരവധി തവണ ഈ സമീപത്തുള്ള ആളുകൾ അധികാരികളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യാതൊരുവിധ നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലാണ് സംഭവം നടക്കുന്നത്. നികേഷ്, വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചി പാലാരിവട്ടത്ത് കാൽനട യാത്രക്കാരിയുടെ കാൽ സ്ലാബിനുള്ളിൽ കുടുങ്ങി പരിക്കേറ്റു. സ്ലാബുകൾക്കിടയിലെ വിടവിലാണ് കാലകപ്പെട്ടത്. അശാസ്ത്രീയ നിർമ്മാണ രീതിയാണ് അപകടത്തിന് കാരണമെന്നാണ് പരാതി.